LDF സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ. ശബരിമല വിഷയത്തിൽ കൃത്യമായ നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. വിശ്വാസികളുടെ വോട്ട് LDFന് ലഭിക്കുമെന്നും തോട്ടത്തിൽ രവീന്ദ്രൻ 24-നോട് പറഞ്ഞു. അനീഷ് ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ 24-നൊപ്പം ചേരുകയാണ്. സാർ, MLA എന്ന രീതിയിൽ കഴിഞ്ഞ 5 വർഷത്തെ ഒരു പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു? വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എല്ലാ 33 വാർഡുകളായിലുള്ള കോർപ്പറേഷൻ്റെ അതിലൊക്കെ ഒരു 3 റോഡെങ്കിലും ഓരോ വാർഡിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് തുടങ്ങി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട റോഡുകളുണ്ട്. UDF സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയും ശക്തമായ പ്രചാരണമായി രംഗത്തുണ്ട്. ഒരു ഇടതുപക്ഷ കോട്ടയായിട്ട് ഇത് നിലനിൽക്കില്ലേ? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അവരിങ്ങനെ അവരെന്ത് വികസനം നടത്തിയെന്ന് പറഞ്ഞു. അപ്പം നടന്നു നോക്കിയാൽ അറിയാം. ഇവിടെ ഇത് ഒന്നും പറയേണ്ട കാര്യമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് പ്രതിപക്ഷം ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റുന്നത്. ഒരു വിശ്വാസികളുടെ വോട്ട് LDFന് ലഭിക്കുമോ? തീർച്ചയായിട്ടും, ഞാൻ അടിയുറച്ചൊരു വിശ്വാസിയാണല്ലോ. എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. ഒരു മാറ്റം അതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ. ശബരിമല കൃത്യമായിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ശരിയും. ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ പാർട്ടിക്ക് ലഭിക്കുമോ? അങ്ങനെയല്ല, ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകമായിട്ടൊരു ഇതില്ലല്ലോ. ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയല്ലേ. പക്ഷെ ആളുകൾ അത് അനുകൂലിക്കുന്നവരുടെ എതിർക്കുന്നത് സ്വാഭാവികമല്ലേ. ജനാധിപത്യ രാഷ്ട്രമല്ലേ. ഒരു പ്രശ്നവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. UDF ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടി കാർഡ് പുറത്തിറക്കിയിരിക്കുകയാണ്. അത് പ്രധാനമായിട്ട് പറയുന്നത് സ്ത്രീജനങ്ങൾക്ക് KSRTC സൗജന്യ യാത്രയാണ്. അത് സ്ത്രീജനങ്ങളെ ആകർഷിക്കല്ലേ? ഒരു വോട്ട് UDFിലേക്ക് പോകുമോ? ഒരിക്കലും ഇല്ല. അതൊക്കെ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇലക്ഷൻ കാലത്ത് ഓരോ പ്രഖ്യാപനങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. മുമ്പ് ഒരു ഭരിച്ചിട്ടുണ്ടല്ലോ, എന്താ ചെയ്തതെന്നുള്ളത് കണ്ടതാണല്ലോ എല്ലാവരും. പിന്നെ എന്താ, അതുകൊണ്ടല്ലേ ഇപ്പോൾ 2 തവണ ഇങ്ങനെ വരാൻ കാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.